ലോകകപ്പിന്റെ കിരീടത്തിന്റെ വിലയുണ്ട് ഇന്ത്യയുടെ സ്കൈയുടെ ആ ക്യാച്ചിന്. പക്ഷേ ഇന്ന് വിവാദമാകുന്നതും ആ ക്യാച്ചാണ്. ഫൈനൽ മത്സരത്തിലെ അവസാന ഓവർ സൗത്ത് ആഫ്രിക്കയുടെ മില്ലർ കില്ലറാകുമെന്ന് രോഹിതിനും പടയ്ക്കും 100% ഉറപ്പ്. പന്തെറിയാൻ പാണ്ഡ്യ. ആ ഓവറിൽ പാണ്ഡ്യയ്ക്കുണ്ടായിരുന്ന സമ്മർദ്ദത്തിന്റെ തോത് എത്രമാത്രമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ ക്രിക്കറ്റ് ലോകത്തിന് സാധിക്കുമായിരുന്നു. അങ്ങനെ മില്ലറിന്റെ നേരെ പാണ്ഡ്യ പന്തെറിഞ്ഞു. സൂപ്പർ 6 പറത്താൻ ഒരുങ്ങി മില്ലർ. പന്ത് ബാറ്റിൽ തട്ടി ഉയർന്ന ബൗണ്ടറി കടക്കാൻ തയ്യാർ. പക്ഷേ അവിടെ ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ഏവരെയും ത്രസിപ്പിച്ചുകൊണ്ട് ആ പന്ത് തൻ്റെ കൈക്കുള്ളിലാക്കുന്നു. സിക്സർ പറത്താൻ നിന്ന മില്ലർ പവനയിലേക്ക് മടങ്ങി. അവിടെ ഇന്ത്യ ഒരു ദീർഘശ്വാസം വിട്ടു. ഓവറിൽ ഇനി ശേഷിക്കുന്നത് 2 ബോളുകൾ, നേടേണ്ട റൺസ് 9. അങ്ങനെ ഓവറിലെ 5ാമത്തെ പന്തെറിയാൻ പാണ്ഡ്യ തയ്യാറാകുന്നു. ബൗണ്ടറി കടന്നാൽ വീണ്ടും ചങ്കിടുപ്പോടെ ഇന്ത്യ അടുത്ത പന്ത് എറിയണം. അങ്ങനെ പാണ്ഡ്യ പന്തെറിഞ്ഞു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ ബാറ്റ് വീശി അത് ബൗണ്ടറി കടത്താൻ ശ്രമിച്ചു. പക്ഷേ പന്ത് ചെന്നെത്തിയത് വീണ്ടും സ്കൈയുടെ കയ്യിൽ. അവിടെ ഇന്ത്യ തങ്ങളുടെ വിജയം ആഘോഷിച്ചു തുടങ്ങി. പക്ഷേ ആ ആഘോഷത്തിന് മങ്ങലേൽപ്പിക്കുകയാണോ ദക്ഷിണാഫ്രിക്കൻ ആരാധകർ? ഒരു മാസം നീണ്ടുനിന്ന T20 ലോകകപ്പിന് ഇന്ത്യയുടെ കിരീടധാരണത്തോടെ തിരശ്ശീല വീഴുമ്പോൾ ബാക്കിയാകുന്നത് ദക്ഷിണാഫ്രിക്കൻ ആരാധകരുടെ സംശയങ്ങളാണ്. ശനിയാഴ്ച ബാർബഡോസിലെ കെൻസിംഗൻ ഓവലിൽ നടന്ന കലാശ പോരാട്ടത്തിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ വിജയക്കൊടി നാട്ടിയത്. ആവേശം അവസാന ഓവർ വരെ നീണ്ട മത്സരത്തിൽ 7 റൺസിന്റെ ത്രില്ലിംഗ് ജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത്. പ്രഥമ T20 ലോകകപ്പിൽ കിരീടം ചൂടി ഇന്ത്യയുടെ 2ാം T20 ലോകകപ്പ് നേട്ടമാണ് ഇത്. അവസാന ഓവറിൽ സ്കൈ എടുത്ത ഒരു അത്ഭുത ക്യാച്ചായിരുന്നു കളിയിൽ ഇന്ത്യക്ക് മുൻതൂക്കം നൽകിയത്. എന്നാൽ ഇപ്പോഴിതാ ഈ ക്യാച്ചിനെ ചൊല്ലി വിവാദം ആരംഭിച്ചിരിക്കുകയാണ്. അത് 6 ആയിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നത്. വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് അവർ അത് 6 ആയിരുന്നുവെന്ന് വാദിക്കുന്നത്. സൂര്യകുമാർ യാദവ് എടുത്ത ഡേവിഡ് മില്ലറിന്റെ ക്യാച്ച് അവസാന ഓവർ വരെ ആരാധകരെ ത്രസിപ്പിച്ച കളിയിൽ ഇന്ത്യയുടെ വിജയത്തിൽ വഴിത്തിരിവ് ആവുകയായിരുന്നു. ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിലായിരുന്നു സ്കൈയുടെ കിടിലൻ ബൗണ്ടറി ലൈൻ ക്യാച്ച്. ലോ ഫുൾടോ സിക്സർ പറത്താനുള്ള മില്ലറിന്റെ ശ്രമം ലോങ് ഓഫ് ബൗണ്ടറിയിൽ സ്കൈയുടെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു. എന്നാൽ ഈ ക്യാച്ചിനെ ചൊല്ലി ഇപ്പോൾ വിവാദം പുകയുകയാണ്. സൂര്യകുമാർ എടുത്ത ക്യാച്ച് ശരിക്കും 6 ആയിരുന്നുവെന്നും അമ്പയർമാർ ദക്ഷിണാഫ്രിക്കയ്ക്ക് പണി കൊടുത്തതാണെന്നുമാണ് ഒരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത്. വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിൽ അവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. മില്ലറുടെ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനിടെ സൂര്യകുമാർ യാദവിന്റെ കാൽ ബൗണ്ടറി കുഷ്യനിൽ മുട്ടിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത്. ബൗണ്ടറി റോപ്പ് നീങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണെന്നാണ് അവരുടെ പക്ഷം. 3ാം അമ്പയർ കുറച്ചു സമയം കൂടിയെടുത്ത് ആ ക്യാച്ചിൽ അന്തിമ തീരുമാനം എടുക്കണമായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ ആരോപണങ്ങൾക്കെതിരെ മറ്റൊരു വിഭാഗം ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. അത് 6 അല്ലായിരുന്നു എന്നാണ് ഇവരുടെ പക്ഷം. ചിലർ പറയുന്നത് 6 ആണെങ്കിൽ തന്നെ ഇന്ത്യയോട് 1 റൺസിന് സൗത്ത് ആഫ്രിക്ക പരാജയപ്പെട്ടു എന്ന് കരുതിക്കോളാം എന്നാണ്. എന്തായാലും കപ്പ് അത് ഇന്ത്യക്കുള്ളതാണ് എന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ പ്രതികരണം. എന്തായാലും ക്രിക്കറ്റ് ലോകത്തിലെ ഒരു വലിയ വിഭാഗം ആരാധകരെ ത്രസിപ്പിക്കാൻ സ്കൈയുടെ ആ ക്യാച്ചിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല.